നമസ്കാരം, എല്ലാവർക്കും തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ച ഹുത്തി യമനികളുടെ തലസ്ഥാനമായ സനയിലെ വിമാനത്താവളത്തിൽ ബോംബാക്രമണം നടത്തി ഇസ്രായേൽ. സനയിലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ നടന്ന ബോംബാക്രമണത്തിൽ നിന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദാനം സംഘവും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇസ്രായേലിൻ്റെ വിമാനത്താവള ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ടെഡ്രോസ് സഹപ്രവർത്തകർക്കൊപ്പം വിമാനത്തിലേക്ക് കയറാൻ തുടങ്ങവെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായത്. അത്രയും യാത്ര ചെയ്യാനിരുന്ന വിമാനത്തിലെ ക്രൂ അംഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഹുത്തികൾ ആക്രമണത്തിനായി ഉപയോഗിച്ച വിമാനത്താവളം നശിപ്പിക്കുക തന്നെയായിരുന്നു ഉദ്ദേശമെന്ന് ഇസ്രായേൽ പ്രതിരോധ സംഘം വ്യക്തമാക്കി. സനയിലെ വിമാനത്താവളത്തിന് പുറമെ ഹുത്തികളുടെ കേന്ദ്രങ്ങളായ അൽ ഹുദായ, സലീഫ് തുടങ്ങിയ പോർട്ടുകളിലും ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തി. 25-ൽ പരം അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളാണ് ഈ ഓപ്പറേഷനു വേണ്ടി ഇസ്രായേൽ ഉപയോഗിച്ചത്. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് അരുണാചൽ പ്രദേശിന് തൊട്ടുമുകളിലായി ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാനൊരുങ്ങി ചൈന. ടിബറ്റിൽ നിന്നെത്തുന്ന ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിക്കുന്ന അണക്കെട്ടിന് ചിലവ് 13,700 കോടി. 30 കോടി ജനങ്ങൾക്ക് വൈദ്യുതി കിട്ടുന്ന ഈ അണക്കെട്ട് ഇന്ത്യക്ക് വമ്പൻ ആശങ്കകൾ ഉണർത്തുന്നു. ഇന്ത്യൻ അതിർത്തിയോട് ഏറ്റവും അടുത്ത സ്ഥലത്തായിട്ടാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. ഇതോടെ ഇന്ത്യയും അയൽ രാജ്യമായ ബംഗ്ലാദേശും കടുത്ത ആശങ്കയിലാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന 1950കളിൽ കൈയടക്കിയ ടിബറ്റിലാണ് അണക്കെട്ട് വരുന്നത് എങ്കിലും ബംഗ്ലാദേശിലേക്കും ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വെള്ളം ഒഴുകി വരുന്ന നദിയാണ്, ഹിമാലയങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ഈ നദിയുടെ സ്വാഭാവിക ഒഴുക്ക് നിയന്ത്രിക്കുവാനായി ചൈനയ്ക്ക് സാധിക്കും. അതുകൂടാതെ ഒരു വാട്ടർ ബോംബ് എന്ന കണ്ടീഷൻ ഉണ്ടാക്കുവാനും ചൈനയ്ക്കാകും. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി വരുന്ന കൂറ്റൻ കിടങ്ങ് പ്രദേശത്തായിട്ടാണ് ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നത്. അണക്കെട്ട് നിലവിൽ വരുന്നതോടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലും പ്രളയ സാധ്യതയേറും. അണക്കെട്ട് ചൈനീസ് അധീന പ്രദേശത്ത് ആയതിനാൽ നീരൊഴുക്കും തുറന്നുവിടുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തിയുമെല്ലാം അതിർത്തി ഗ്രാമങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചേക്കുമെന്ന ആശങ്ക വളരെ ശക്തമാണ്. അതിർത്തിയിൽ ചൈന ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ടിബറ്റിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഇതേവരെ ഇന്ത്യ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. സ്ഥിതിഗതികൾ കൃത്യമായി വീക്ഷിക്കുകയാണെന്നും ബ്രഹ്മപുത്രയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ചൈനീസ് അധികൃതർ ഇതേവരെ ഇന്ത്യയെയോ ബംഗ്ലാദേശിനെയോ അറിയിച്ചിട്ടില്ലെന്നും ഇന്ത്യൻ അധികൃതർ അറിയിച്ചു. ചൈന 1950കളിലാണ് ടിബറ്റ് എന്ന സ്വതന്ത്ര രാജ്യത്തെ കീഴ്പ്പെടുത്തി ചൈനയുടെ ഭാഗമാക്കി മാറ്റിയത്. അതിനുശേഷം ഇന്ത്യയും ചൈനയും 1962ൽ ലഡാക്കിനും അരുണാചൽ പ്രദേശിനും വേണ്ടി ചൈന ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിൽ ഓരോ 6 മണിക്കൂറിലും ഒരു ഇന്ത്യക്കാരനെ നാട് കടത്തിയെന്നാണ് റിപ്പോർട്ട്. ഡിസംബർ 19 US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. 2021 അപേക്ഷിച്ച് 2024 US നിന്ന് നാട് കടത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 400% വർധന. അതായത് 2024 കണക്ക് പ്രകാരം ഓരോ 6 മണിക്കൂറിലും ഒരു ഇന്ത്യക്കാരനെ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരനെ നാട് കടത്തുന്നു എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ട്. ജനുവരി 20 കുടിയേറ്റ വിരുദ്ധനെന്നറിയപ്പെടുന്ന ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഈ സംഖ്യ കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ ചെയ്യുന്നത്. US താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് തന്നെയാണ് ട്രംപ് തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. UK മറ്റു പാർട്ടികളുടെ അടിത്തറയിൽ വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ട് റിഫോം UK പാർട്ടിക്ക് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുന്നതായ റിപ്പോർട്ടുകൾ. പാർട്ടി അംഗത്വത്തിൻ്റെ കാര്യത്തിൽ മുമ്പ് ഭരിച്ചിരുന്ന കൺസർവേറ്റീവ് പാർട്ടിയെ കടത്തിവെട്ടിയതോടെയാണ് റിഫോം UK യഥാർത്ഥ പ്രതിപക്ഷമെന്ന അവകാശവാദവുമായി പാർട്ടി സ്ഥാപക നേതാവ് നൈജൽ ഫരാജ് രംഗത്തെത്തിയത്. നൈജൽ ഫരാജിൻ്റെ റിഫോം പാർട്ടിക്ക് അംഗങ്ങൾ കൂടുതൽ കിട്ടിയെങ്കിലും ഇപ്പോഴും UK ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ബ്രിട്ടീഷ് രാഷ്ട്രീയ കക്ഷി പാർട്ടി ലേബർ പാർട്ടി തന്നെയാണ്. ലേബർ പാർട്ടിയുടെ കീർ സ്റ്റാമറാണ് ഇപ്പോൾ UK ഭരിക്കുന്നത്. എങ്കിലും കുടിയേറ്റ വിരുദ്ധരായ റിഫോം പാർട്ടിയുടെ വളർച്ച
അഭൂതപൂർവമെന്നാണ് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടയിൽ ടെസ്ലയുടെ ഉടമ എലൻ മസ്ക് പാർട്ടിയിൽ ഏകദേശം 100 മില്യൺ പൗണ്ടോളം നിക്ഷേപിക്കുമെന്ന വാർത്ത പുറത്തു വന്നതോടെ റിഫോം പാർട്ടി വമ്പൻ വളർച്ചയാണ് കാഴ്ചവെക്കുന്നത്. ഇതോടുകൂടി വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തനിനാടൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, താങ്ക് യു.